ഈ സീസൺ അവസാനിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും കുറച്ച് അവാർഡൊക്കെ കൊടുത്ത് ഇന്ററാക്ഷൻസ് ഒക്കെ ഒന്ന് പീക്കാക്കി നിർത്താമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ ഒക്കെ തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിൽ വളരെ മികച്ച പ്രകടനം പ്രത്യേക താരങ്ങൾക്കും റിസർവ് പ്ലേയേഴ്സിനും പരിശീലകർക്കും എല്ലാവർക്കും ഓരോ അവാർഡുകൾ വെച്ച് നൽകി അവരെ സാറ്റിസ്ഫൈഡ് ആക്കി വിട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ അവാർഡുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സർപ്രൈസിങ് ആവാനൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷിച്ചതും അറിഞ്ഞതൊക്കെ തന്നെയാണ്. ഈ സീസണിലെ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സീറോ സാലറിയിൽ വന്ന് കളിക്കുന്ന താരങ്ങളിൽ ഒരാളായിട്ടുള്ള കെവിൻ യോക്കാണ്. ഫാൻസ് പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ഫ്രാൻചോ ആണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിജിത്ത് എസ് ടി ആണ്. റെസിലിയന്റ് പ്ലേയേഴ്സ് ഓഫ് ദി സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ട് താരങ്ങളുണ്ട്. ഒന്ന് മലയാളി താരമായിട്ടുള്ള നമ്മുടെ ശ്രീകുട്ടൻ എം എസും പിന്നെ ഡാനിഷ് ഷെറീഫുമാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസണായി തിരഞ്ഞെടുക്കപ്പെട്ടത് വേറെ ആര്, എബിൻ ദാസ് യേശുദാസ്. പുള്ളി അല്ലാതെ വേറെ ആരും അതിന് അർഹനല്ലല്ലോ. അത്രമാത്രം മികച്ച പ്രകടനം എബിൻ ദാസ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്ലെയർ ഓഫ് ദി സീസൺ കെമിയോ, അത് ഫ്രഞ്ച് താരമാണ്. പുള്ളി സീറോ സാലറി അല്ല കേട്ടോ, ഈ തെറ്റിപ്പോയതാണ്. പിന്നെ ഫാൻസ് പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈകി വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇടിമുഴക്കമായി മാറിയ നമ്മുടെ ഫ്രാൻചു. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഓഫ് ദി സീസൺ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് വേറെ കാഷ്ലി വെസ്റ്റിനാണ്. രണ്ട് പരിശീലകർ ഉള്ളായതുകൊണ്ട് ഇങ്ങനൊരു സംഭവം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഡേവിഡ് കാറ്റാല തീർത്തും നിറമങ്ങിയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പിന്നെ നമ്മുടെ പീറ്റർ ഹള്ളിക്കും ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. ഇതിനൊക്കെ അവര് വലിയ വാല്യൂ ചെയ്യുന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് സീസൺ അവസാനിക്കുമ്പോൾ ഇങ്ങനെ ചില ഉപഹാരങ്ങളൊക്കെ കൊടുത്തു വിടുന്നു എന്നുള്ളതിൽ സോഷ്യൽ മീഡിയയിലൊന്നും തള്ളാം എന്നതിനപ്പുറത്തേക്ക് ഈ ഉപഹാരങ്ങൾ കൊണ്ട് വലിയ കാര്യം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല.